വിശ്വഗുരു എന്തിനെ മനുഷ്യനായ ട്രംപിനെ ഭയക്കുന്നു? രാമന്റെ അവതാരമായി അന്ധഭക്തർ വിശ്വസിക്കുന്ന വിശ്വഗുരു, അതായത് ശ്രീ നരേന്ദ്രമോദി, നാക്കിന്റെ പിരിവെട്ടി പ്രതിപക്ഷത്തിന് മുന്നിൽ നിൽക്കാൻ പേടിച്ച് അയാൾ ഒളിച്ചോടുകയാണ്. പുറത്തുവന്ന എപ്സ്റ്റീൻ ഫയൽസിലെ മോദിയെ പറ്റിയുള്ള പരാമർശം കേന്ദ്രവും ഭക്തന്മാരും തള്ളിപ്പറഞ്ഞാലും ബാക്കി നിൽക്കുന്ന ഒരൊറ്റ ചോദ്യമാണുള്ളത്: എന്തുകൊണ്ട് മോദി നേരിട്ട് ഈ വാർത്തയെ നിഷേധിക്കുന്നില്ല? 2017 അധികാരത്തിൽ കയറിയ മോദി ഇസ്രായേൽ സന്ദർശിക്കുന്നു. നൃത്തം ചെയ്തു എന്നൊക്കെയുള്ളത് മറ്റൊരു റിപ്പോർട്ട്. ഈ സന്ദർശനത്തെ പറ്റി എപ്സ്റ്റീൻ ഖത്തർ രാജകുടുംബാംഗമായ ജാബിർ അൽത്താനിക്ക് അയച്ച മെയിലിൽ ഇങ്ങനെ പറഞ്ഞത്രേ: ഞാൻ പറഞ്ഞതനുസരിച്ച് മോദി ഇസ്രായേലിലെത്തി, നൃത്തം ചെയ്തു, പാട്ടുപാടി, ട്രംപിനെ സന്തോഷിപ്പിച്ചു. മോദി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുവോ എന്ന് തെളിവില്ലാതെ വിമർശിക്കാനാകില്ല എന്ന് പറയുമ്പോഴും അയാൾക്ക് ഇത്തരമൊരു കുറ്റവാളിയുമായി അടുത്ത ബന്ധം നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി 2017 മോദിക്ക് ഇസ്രായേലും ട്രംപും ഈ എപ്സ്റ്റീനും ഒക്കെ ആ ഊഷ്മള ബന്ധം ഉണ്ടാക്കിയെടുത്ത ഇടനിലക്കാരൻ ആരായിരുന്നു? ആ കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് നിന്ന അനിൽ അംബാനി എന്ന മോദിയുടെ ഇഷ്ടക്കാരൻ. റാഫേൽ ജെറ്റ് ഇടപാടിൽ അനിൽ അംബാനിയെ ഇൻഡസ്ട്രിയൽ പാർട്ട്ണറാക്കാൻ ഇന്ത്യൻ സർക്കാർ നിർദ്ദേശിച്ചു എന്ന് ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് ഹോളണ്ടേ വെളിപ്പെടുത്തിയിരുന്നു. ഈ ഹോളണ്ടേയും എപ്സ്റ്റീൻ ഫയലിലുണ്ട്. മോദിയുടെ ആൾ എന്നാണ് അനിൽ അംബാനിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ. നിരുപദ്രവകരമായ രീതിയിൽ മാത്രം രേഖകൾ പുറത്തുവിടാൻ അമേരിക്ക എത്ര ശ്രദ്ധിച്ചിട്ടും ട്രംപിന്റെ ഇഷ്ടക്കാരനായ മോദിയെ എന്തിനവർ എക്സ്പോസ് ചെയ്തു എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഉത്തരം വ്യക്തമാണ്: ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ. ഇന്ത്യൻ കർഷകരെ കൊലയ്ക്ക് കൊടുക്കാൻ പോകുന്ന, അമേരിക്കയിലെ പാൽ ഉൽപ്പന്നങ്ങളിലൂടെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്ന വാണിജ്യ കരാർ. നികുതി ഏതും ചുമത്താതെ ഇറക്കുമതിക്ക് അമേരിക്കയെ മോദി അനുവദിച്ചെങ്കിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന എണ്ണ നിഷേധിച്ച് വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ നിർബന്ധിതനായെങ്കിൽ വിശ്വഗുരു ഭയക്കുകയാണ് എന്നർത്ഥം. രാമന്റെ ഈ അവതാരം ചരിത്ര കഥകളിൽ നിന്ന് വ്യത്യസ്തമായി വെറും ഒരു മനുഷ്യനായ ട്രംപിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഇരുട്ടിൽ ഇന്ന് അയാൾ അനിൽ അംബാനി ഉൾപ്പെടെയുള്ള ഇഷ്ടക്കാരെ സംരക്ഷിക്കുകയാണ്. രാജ്യത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഒരു പടി മേലെ.